മിഥുൻ്റെ മൃതശരീരം ഇപ്പോൾ ഫ്രീസറിലാണ്. അതേസമയം ആ മിഥുന് ഒരാഴ്ചയ്ക്ക് മുമ്പ് മിഥുൻ നൽകിയ ഒരു വാഗ്ദാനമുണ്ടായിരുന്നു, ഞാൻ ഈ ആഴ്ച കളിക്കാനുണ്ടാകുമെന്ന്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് വിളന്തറയിലെ FC എന്ന് പറയുന്ന അവരുടെ ക്ലബ്ബ്, ഫുട്ബോൾ ക്ലബ്ബ്. എന്നാണ് നിങ്ങൾ അവസാനം അവൻ നിങ്ങളെ കണ്ടതും പറഞ്ഞത്? കഴിഞ്ഞ ആഴ്ച. എന്ത് പറഞ്ഞിട്ട് പോയി? ഞാൻ കളിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അവൻ വൈകിട്ട് കളിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇയാളുടെ അടുത്താ പറഞ്ഞത്. എന്താ പറഞ്ഞത്? അടുത്ത ആഴ്ച കളിക്കാൻ വരാം, അടുത്ത ആഴ്ച അവൻ കളിക്കാൻ വരാം എന്ന് പറഞ്ഞു. സ്കൂൾ ടീം സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞായിരുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ അവൻ എന്തായിട്ടാണ് അവൻ കളിക്കുന്നത്? എന്തിനായിരുന്നു അവന് താല്പര്യം? ഡിഫൻഡർ. എ ടീമിലായിരുന്നു. സീനിയറും ജൂനിയറും സീനിയർ ടീമിലായിരുന്നു. നന്നായി കളിക്കുമായിരുന്നോ? കളിക്കായിരുന്നു. ഡിഫൻഡർ. കൂടുതലും അവന് ഈ ഫുട്ബോളാണോ അതോ ക്രിക്കറ്റാണോ, എന്തുവാ? ഫുട്ബോളായിരുന്നു ഇവിടെ കളിക്കുന്നത്. അങ്ങനെ ഫുട്ബോളേ കളിക്കത്തുള്ളൂ. മറ്റെവിടെങ്കിലും നിങ്ങൾ പുറത്ത് കളിക്കാൻ പോയിട്ടുണ്ടോ? ടൂർണമെന്റിന് പോയിട്ടുണ്ട്. അപ്പം ഇതിന് എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? നല്ലതായിരുന്നു. കൊള്ളാം. അവൻ കൂടി ഉണ്ടായിട്ടുണ്ട്, ഗോളൊക്കെ അടിക്കാതെ സേവ് ചെയ്ത് ഇടുന്നു. എന്നും നിങ്ങൾക്ക് ഒരു സംരക്ഷകനായിരുന്നല്ലേ നിങ്ങളുടെ ക്ലബിന്റെ? സംരക്ഷകനായിരുന്നു. അവൻ ഇല്ലാത്തതിന്റെ ഒരു കുറവുണ്ട് കളിക്കയിലൊക്കെ. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ സംഭവം? അറിഞ്ഞാൽ അന്ന് തന്നെ രാവിലെ അറിഞ്ഞായിരുന്നു. ടീച്ചർ പറഞ്ഞു ടൂർണമെന്റിനെല്ലാം അവൻ വരും, എല്ലാം വരികയും ചെയ്യായിരുന്നു. സ്കൂൾ ടീമിലുണ്ടായിരുന്നു. ഇവരുടെ ഈ FC വിളന്തറ FCയുടെ ഏറ്റവും വലിയൊരു ഡിഫൻഡറിനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. ഒപ്പം കേരളത്തിന് വേണ്ടി നാളെയുടെ ഭാവി വാഗ്ദാനം കൂടിയായ ഒരു വിദ്യാർത്ഥിയെ ആണ് ഇപ്പോൾ കേരളത്തിലും നഷ്ടപ്പെട്ടിരിക്കുന്നത്. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.